ഹായ് നമസ്കാരം, വെൽക്കം ബാക്ക് പ്ലസ് വൈബ് ഗൈസ്. അപ്പോൾ ഞാൻ ഇന്ന് വന്നേക്കുന്നത് ഒരു കുട്ടി വ്ളോഗായിട്ടാണ് കേട്ടോ. വേറെ ഒന്നല്ല, ഇന്ന് സെക്കൻഡ് സാറ്റർഡേ ആണ്. അപ്പോൾ നമ്മുടെ വീട്ടിലെല്ലാവരും ഉള്ള ദിവസമാണ്. അപ്പോൾ എല്ലാവരും ഉള്ള ദിവസം നമ്മുടെ വീട്ടിലെ മെയിൻ പരിപാടി എന്ന് പറയുന്നത് ഒതുക്കൽ, അടക്കൽ, പറക്കൽ, കഴുകൽ, അതൊക്കെയാണ് ഗൈസ്. അതാണ് ഞാൻ അങ്ങനെ ബംഗാളി ലുക്കിൽ നിൽക്കുന്നത്. ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം കുളിച്ച് സുന്ദരി കുട്ടിയാവാൻ. അപ്പോൾ ഇത്ര നേരം നമ്മുടെ പണിയെടുക്കായിരുന്നു കേട്ടോ. അപ്പം അടുത്ത ഞായറാഴ്ച ഞങ്ങളുടെ വീട്ടിൽ ചെറിയൊരു വിശേഷമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒതുക്കൽ, പറക്കലാണ് കേട്ടോ. ഞാൻ ഇത്ര നേരം അടിച്ചു വരായിരുന്നു ഗൈസ്. കണ്ടല്ലോ, ഒടുക്കത്തെ മുളകര ചപ്പ് ചവറൊക്കെയാണ്. അപ്പോൾ അതൊക്കെ ഇനി വൃത്തിയാക്കണം. ഇപ്പോൾ ഓരോരുത്തർ ക്ലീനിങ് പ്രോസസ്സിലാണ്. ഞാൻ കാണിച്ചു തരാം ഗൈസ്. ബാ. അപ്പോൾ അതേ നമ്മുടെ ചേച്ചിക്കുട്ടി അവിടെ വന്നിട്ട് കാര്യമായിട്ട് എന്താണ്ടൊക്കെ പറക്കി ഒതുക്കിയൊക്കെ വെക്കുന്നുണ്ട്. ജെയിംസ് സാറിന് അവിടെ തെങ്ങിൻ്റെ കടയിലേക്ക് എന്തോ അടിച്ചാക്കുന്നുണ്ട്. സുന്ദുട്ടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് എന്താണ്ടൊക്കെ കാണിക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ ചെറുതായിട്ട് പുല്ലൊക്കെ ഉള്ളതൊക്കെ പറിച്ചെടുക്കുന്നുണ്ട്. കാരണം ഭയങ്കരമായിട്ട് വൃത്തികേടായി. പിന്നെ ഈ ഷീറ്റുകളൊക്കെ ഉണ്ട്, അതൊക്കെ മടക്കി ഒതുക്കി വെക്കണം. ഇത് മണ്ണ് കൂട്ടാനായിട്ട് വയ്ക്കുന്ന ഷീറ്റുകളാണ് കേട്ടോ. അങ്ങനെ ആ അപ്പുറത്തെ സൈഡിലത്തെ മുളയുടെ ഇതൊക്കെ ഞാൻ അടിച്ചു വാരി എടുക്കുകയാണ്. പക്ഷെ വരണില്ല. പക്ഷേ എൻ്റെ ഒരു വിചാരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചൂലുകൊണ്ട് അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സിമ്പിളായിട്ട് പോരും. നമ്മുടെ ഈ കോർപ്പറേഷനിലത്തെ ചേച്ചിമാരൊക്കെ അടിച്ചു വരാനാണ്. അപ്പോൾ എൻ്റെ വിചാരം അത് ഭയങ്കര സിമ്പിളാണ്. പക്ഷെ അല്ല ഗൈസ്, അത് ഒട്ടും സിമ്പിളല്ല. കാരണം അതിന് നല്ല എക്സ്പീരിയൻസ് വേണം. അല്ലെങ്കിൽ ഇങ്ങനെ തോണ്ടി നിൽക്കാനേ പറ്റുള്ളൂ. അവസാനം ഒരു പാടുപെട്ട് ഞാൻ കുറേയൊക്കെ അടിച്ച് വാരി എടുത്തു. അതിൻ്റെ ഇടയിൽ ആ കോല് കൊണ്ടിട്ട് മാല ബൾബ് ചെറുതായിട്ടൊക്കെ ഊരി വീണു. പിന്നെ അത് കണ്ടിട്ടില്ല ജെയിംസ് ആയിട്ട്. ഞാനത് കണ്ടുവന്ന് ഇടക്കിടക്ക് നോക്കുന്നുണ്ട്. അതൊക്കെ അടിച്ച് കൂട്ടി. അങ്ങനെ പിന്നെ ഈ ഷീറ്റ് മടക്കി വയ്ക്കാനുള്ള തത്രപ്പാട്ടിലാണ്. അപ്പോൾ മടക്കി വെച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ കയറി ഇരുന്നാലോ, എന്തെങ്കിലും നമ്മൾ എടുക്കുന്ന സമയത്ത് വല്ലതും ചുരുണ്ട് കയറി ഇരുന്നാലോ എന്ന് വെച്ചിട്ടാണ് മടക്കി ഒതുക്കി കയറുകൊണ്ട് കെട്ടി വയ്ക്കാമെന്ന് വിചാരിക്കണം. ഇതാണ് ഞാൻ മടക്കും തോറും ഒരുമാതിരി പിന്നെയും അഴിഞ്ഞ് പോരാണ്. നമ്മുടെ മറ്റേ ബിഗ് ബിയിൽ ഇന്നസെൻറ്റിൻ്റെ മുണ്ട് മടക്കണ ഒരു സീനില്ലേ, അതേപോലെ ആയിരുന്നു. അവസാനം ഒരു വിധത്തിലൊക്കെ മടക്കി ഒതുക്കി. എന്നാലും അതിങ്ങനെ ഒരുമാതിരി എത്ര മടക്കിയാലും മടങ്ങുന്നില്ലെന്നേ, അതാണ് രസം. പക്ഷെ അങ്ങനെ കഷ്ടപ്പെട്ട് നീണ്ട തത്രപ്പാടുകൾക്കൊടുവിൽ ഞാനിതാ മടക്കി ഒതുക്കി വയ്ക്കുകയാണ് ഗൈസ്. അങ്ങനെ മടക്കി കഴിഞ്ഞാൽ പിന്നെ ചുരുട്ടാൻ നല്ല എളുപ്പം. അപ്പം അതൊക്കെ എടുത്ത് വെച്ച് അപ്പോൾ നമ്മുടെ ബോഗണിൽ നിറച്ച് പൂവിട്ടുണ്ട് കേട്ടോ. നമ്മൾ മേളിലൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ മതിലുമേൽ ഇരുന്നിരുന്നതാണ്. അപ്പോൾ അതൊക്കെ കുറച്ചൊക്കെ എടുത്ത് മേളിൽ വെച്ച് സെറ്റാക്കിയിട്ടുണ്ട്. അങ്ങനെ ഈ സൈഡിലത്തെ ചവറൊക്കെ കൂട്ടാനുണ്ട്. അങ്ങനെ അതൊക്കെ ഒതുക്കി വെക്കുകയാണ്. അപ്പം അതിൻ്റെ ഇടയിൽ നമ്മുടെ ജെയിംസ് ഏട്ടൻ കടയിൽ പോകാൻ നിൽക്കുകയാണ്. ജെയിംസ് ഏട്ടന് കടയുണ്ട്. അവനാൻ്റെ കട അവനാൻ നോക്കിയില്ലെങ്കിൽ പിന്നെ കാര്യമില്ലല്ലോ. അപ്പോൾ അത് കാരണം സെക്കൻഡ് സാറ്റർഡേ എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ജെയിംസ് ഏട്ടൻ പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ ചേച്ചിക്ക് മാത്രം ഒന്ന് മുടക്കമുള്ളൂ. അപ്പോൾ പെട്ടി കടയിലേക്ക് കൊണ്ടുപോകാനായിട്ട് ഒതുക്കി കൊടുക്കുന്നുണ്ട്. അതായത് ഇതെന്തോ മേടിച്ചപ്പോൾ ഇവിടെ വന്ന പെട്ടിയാണ്. അപ്പോൾ അത് കടയിൽ ഒപ്പം കൊടുക്കാമെന്ന് വിചാരിച്ചു. ഓ ഗൈസ്, വയ്യാണ്ടായി. മേലനങ്ങാന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമല്ല. അത് ഈ വെയിലാറിയിട്ട് ചെയ്യാന്ന് വെച്ചാൽ മടി പിടിക്കും. സോ ഈ ഒറ്റ സ്ട്രെച്ചിൽ ചെയ്ത് തീർക്കാമെന്ന് വിചാരിക്കുന്നു. അയ്യോ ഞാൻ കഴിഞ്ഞു പോയേ എന്നൊക്കെ പറഞ്ഞ് അവിടെ കയറിയിരുന്നാലൊന്നും നടക്കില്ല. അപ്പം അങ്ങനെയാണ് കാര്യങ്ങളിലൊക്കെ കിടപ്പ് വെച്ചു. അങ്ങനെ ഒന്നും എല്ലാവരും പണിയെടുക്കുന്ന ദിവസമാണ് കേട്ടോ. അപ്പോൾ കുഞ്ചൂസ് പപ്പയുടെ വണ്ടിയുമേ പൂച്ച കയറിയിരിക്കാണ്ടിരിക്കാനായിട്ട് തുണിയൊക്കെ വിരിച്ചിടുന്നുണ്ട്. കുറേ നേരം അങ്ങോട്ട് കൊടുക്കും ഇങ്ങോട്ട് കൊടുക്കും, അങ്ങോട്ടൊക്കെ എന്താണ്ടൊക്കെ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മുടെ ഫ്രണ്ടിലത്തെ റോഡും കൂടി അടിക്കാണ്ട് കേട്ടോ. അപ്പം അതും കൂടി അടിച്ചു കഴിഞ്ഞാൽ സെറ്റായി. അപ്പോൾ വെള്ളം നനച്ചിട്ട് അടിച്ചാലോ എന്ന് ഞാൻ ആദ്യം വിചാരിച്ചു. പിന്നെ ഞാൻ ആലോചിച്ചു, വെള്ളം അമൂല്യമാണ്, നമ്മളത് പാഴാക്കരുത്. അപ്പോൾ ഞാൻ പരമാവധി പതുക്കെ അടിക്കണം. അപ്പോൾ ഞാൻ മാസ്കൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ, പൊടി എങ്ങാനും കയറി കഴിഞ്ഞാൽ സീനായാലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ പതുക്കെ പൊടി പാറിക്കാണ്ടാണ് അടിക്കണം കേട്ടോ. അപ്പോൾ നിറച്ച് ചവറായി. ചില നേരത്തിൽ പ്ലാവില വരെ കലിയുണ്ടല്ലോ, ഒരുമാതിരി പ്രാന്ത് പിടിച്ച മാതിരിയാണ്. മൊത്തത്തിൽ അങ്ങോട്ട് പ്ലാവില പൊഴിച്ചിടും സാധനം. അപ്പോൾ അതിനെ പ്രാഗി കുറച്ചൊക്കെ നിന്ന് അടിച്ച് ഒതുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് രസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാനാണെങ്കിൽ എനിക്കൊരു തോറ്റത്തിന് ഞാൻ പറഞ്ഞു, ഞാൻ വേണമെങ്കിൽ ഒന്ന് ഫുള്ള് ഇവിടെ വൃത്തിയാക്കും. ആ പറഞ്ഞതിൻ്റെ പേരിലാണ് ഗൈസ് ഞാനിപ്പോൾ ഈ പണി ചെയ്തുകൊണ്ടിരിക്കുന്നത്. വേണ്ടായിരുന്നു എന്നൊക്കെ. അപ്പോൾ അത് പതുക്കെ ഞാൻ അങ്ങനെ അടിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആദ്യം കുറച്ച് പാടാണെങ്കിലും ഇപ്പം ഞാൻ ഈ ചൂല് വെച്ച് ഭയങ്കര സിമ്പിളായിട്ടൊക്കെ അടിക്കുന്നുണ്ട്. എന്താ പറയുക, എക്സ്പേർട്ടായി ഗൈസ്. അപ്പോൾ ഇത് പതുക്കെ പ്ലാവിലൊക്കെ അടിച്ച് കൂട്ടി വരണില്ല സാധനം. എന്തോരെന്ന് വെച്ചാൽ അടിക്കുന്നത്. അതിൻ്റെ ഇടയിൽ നിറച്ച് കല്ലും കട്ടെ. അങ്ങനെ അതൊക്കെ ഒതുക്കി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ തന്നെ കത്തിക്കും. അതായത് പ്ലാസ്റ്റിക് ഒന്നുമല്ലല്ലോ, പ്ലാസ്റ്റിക് കത്തിക്കാൻ പാടില്ല, അത് വേറെ കാര്യം. അപ്പോൾ അത് പ്ലാവിലും നമ്മുടെ പേപ്പർ വേസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഇവിടെ തന്നെ കത്തിക്കിട്ടാം. അപ്പോൾ നല്ല വെയിലാട്ടോ. നമ്മൾ വിചാരിച്ച പോലെ ഒന്നുമല്ല. എൻ്റെ പൊന്നോ, ഞാൻ എങ്ങനെയും അടിച്ചു വാരിയിട്ട് ഓടി അകത്ത് കയറാനുള്ള പ്ലാനിലാണ്. കാരണം കരിഞ്ഞു പോവും, അമ്മ അതിന് വെയിലാണ്. എന്തുട്ട വെയിൽ, ചില്ലറ വെയിലൊന്നുമല്ല. ബൈക്കുമൊക്കെ പോകണൊരവസ്ഥ ആലോചിക്കണം. എൻ്റെ പൊന്നെ, കത്തി കരിഞ്ഞില്ലാണ്ട്.
മേസ്ത്രി പണിക്ക് വന്ന മാതിരി കുഞ്ചൂസ് അവിടെ വന്നിട്ട് അങ്ങോട്ട് അടിക്കുന്നൊക്കെ ഒന്ന് പറയുന്നുണ്ട്. അവള് വലിയ മേസ്ത്രി പണിയെടുപ്പിക്കാൻ വന്നേക്ക് തന്നെ. അപ്പോൾ ചേച്ചിയുടെ ഫ്രണ്ടിൽ എന്നിട്ട് ചോദിക്കുന്നുണ്ട് വെള്ളം വേണടി, നാരങ്ങ വെള്ളം വേണം, അത് വേണമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു ഒന്നും വേണ്ട, കയറിയിട്ട് വല്ല ഓറഞ്ച് ജ്യൂസ് എങ്ങനെ അടിപ്പിക്കാന്ന് വെച്ചിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. അങ്ങനെ ഒരുവിധം എന്താ അടിച്ചു വാരി അങ്ങടെ എത്തണില്ല, അടിക്കുന്നതോറും സ്ഥലം കൂടാണെന്നൊരു ഡൗട്ട്. അങ്ങനെ ഒരുവിധമൊക്കെ ഫ്രണ്ടൊക്കെ ഞാൻ അടിച്ച് വൃത്തിയാക്കി കത്തിക്കാൻ പാകത്തിന് കൊട്ടയിലാക്കിയിട്ട് അവിടെ കൊണ്ടുവിടണം. അപ്പോൾ അതൊക്കെ ഏകദേശം സെറ്റായി ഗൈസ്. അപ്പോൾ അങ്ങനെ ഗൈസ്, അപ്പോൾ അതേ നമ്മുടെ അടിച്ചു വാരൽ ഒതുക്കൽ അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി കുറച്ച് റെസ്റ്റ് എടുക്കാൻ വേണ്ടി ഞാൻ അങ്ങനെ ഇവിടെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കൂടെ കുഞ്ചൂസുണ്ട്, ചേച്ചിക്കുട്ടിയുണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ ഇരിക്കുകയാണ്. ഇനി പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, ഇനി കുളിക്കണം. അപ്പോൾ സ്കിൻ കെയർ ചെയ്താലോ എന്നുണ്ട്, എന്തെങ്കിലും വല്ല കാപ്പിപ്പൊടി പഞ്ചാരക്ക് എടുത്ത് നോക്കണം, അത്രേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു ചിന്തയിൽ നിൽക്കുകയാണ്. കുഞ്ചൂസുണ്ട്. അപ്പോൾ കുഞ്ചൂസിന് പിന്നെ ഞാനങ്ങനെ ചെയ്യണതന്നെ അവളതൊന്നും ചോദിക്കാറില്ല കേട്ടോ. ഞാൻ എന്ത് ചെയ്താലും അവൾക്കും വേണം, അല്ല കുഞ്ചു? അവൾ കറച്ചിൽ കഴിഞ്ഞിട്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ അതാണ് മോന്ത് ഇങ്ങനെ വോൾട്ടേജ് ഇല്ലാണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഗൈസ്, അപ്പോൾ എന്തെങ്കിലും മുഖത്തൊക്കെ ഇടണം, എന്തെങ്കിലും അല്ല കാര്യമായിട്ട് ഇടണം. വെയിൽ കൊണ്ട് പപ്പട പരിപാടിയുണ്ട്. അങ്ങനെ ഗൈസ്, അപ്പോൾ ഇതാണ് ഗൈസ് സ്കിൻ കെയർ. വേറൊന്നുമല്ല, നമ്മുടെ ജാപ്പനീസ് ടെക്നോളജിയിലുള്ള ഒരു ഗ്രീൻ ക്ലേ ആണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുക എൻ്റെ തലേന്നെടുത്ത് തേച്ചാൽ പോലെയായിരുന്നു, പക്ഷേ അതല്ല ഗൈസ്, ഇത് ജപ്പാൻകാരുടെയാണ് ഗ്രീൻ ക്ലേ. അപ്പോൾ അതെടുത്ത് തേച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഞാൻ ചേച്ചിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്ത് തേച്ചാലും കുറച്ച് അവൾക്കും തേച്ച് കൊടുക്കും. പക്ഷെ അവളങ്ങനെ ഇരിക്കാറില്ല, വേഗം അങ്ങോട്ട് മതി എന്നൊക്കെ പറഞ്ഞു പോകും ഗൈസ്. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഗൈസ്, എൻ്റെ കുളിയും തെളിയൊക്കെ കഴിഞ്ഞു. ഒരു ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ കിട്ടുള്ളൂ സ്കിൻ കെയറിന്. അപ്പോൾ അതൊക്കെ ചെയ്ത് കുളിച്ച് സുന്ദരി കുട്ടപ്പി ആയിട്ടുണ്ട്. ഇനിയിപ്പം മുടി കൊന്തണം, എന്തെങ്കിലും അകത്തോട്ട് കയറണം. അപ്പോൾ ഇത്രയൊക്കെയുള്ള നമ്മുടെ മോർണിംഗ് വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ടാറ്റാ.